എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LGയുടെ ഫ്രണ്ട് ലോഡ് നോൺ ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ്റെ ബോർഡാണിത്. ഓണാവും, പക്ഷേ മറ്റുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഏതൊക്കെ സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്ത് ബീപ്പ് ശബ്ദമായി. ഇനി ഞാൻ പ്രസ് ചെയ്ത് ഓണായി. ഇനി നമുക്ക് ഈ ഡയലൊന്ന് തിരിച്ചു നോക്കാം. ഡയൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. സെലക്ഷൻ സ്വിച്ച് നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. പവർ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ രണ്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഡയൽ തിരിച്ചുടനെ പ്ലേ ബട്ടൺ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇതനുസരിച്ചിട്ട് പ്ലേ ബട്ടൺ വർക്ക് ചെയ്യാൻ പാടില്ല. പ്ലേ ബട്ടൺ സ്റ്റഡി ആയിട്ട് നിൽക്കണം. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രമേ പ്ലേ ബട്ടൺ ഇങ്ങനെ ബ്ലിങ്ക് ആവാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഈ സ്വിച്ചുകളെല്ലാം, ഈ വരുന്ന സ്വിച്ചുകളെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യാം. എല്ലാ സ്വിച്ചും ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബോർഡ് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ബോർഡ് ഓൺ സ്വിച്ച് മാറ്റുന്നതിന് മുന്നേ ആ സ്വിച്ചിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്വിച്ചുകളാണോ ഇല്ലയെന്ന്. ഞാനിപ്പോൾ ബസർ മോഡിലാണ് ഇട്ടേക്കുന്നത്. ബസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ഇതും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ ബട്ടൺ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്വിച്ചുകളും നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ഈ 5 സ്വിച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പുതിയ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് മാത്രം കുഴപ്പമില്ലാത്ത സ്വിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയില്ല. ബാക്കി 5 സ്വിച്ചും മാറ്റിയിട്ടുണ്ട്. നമുക്കിതിന് ഓൺ ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് അടിക്കുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടാവണം. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഇത് ബ്ലിങ്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഇത് മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഡോർ സ്വിച്ചിൻ്റെ എറർ വന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഇത് റണ്ണിങ്ങിൽ കിടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഡോർ സ്വിച്ചിൻ്റെ എറർ വന്നത്. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് റിലീസായി. ഇനി നമുക്ക് ഇതെല്ലാം സ്വിച്ചുകളും ചെക്ക് ചെയ്യാം. ഈ സ്വിച്ച് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ച് നേരത്തെ ഇതൊന്നും വർക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഡിലേ ടൈമും വർക്ക് ചെയ്യുന്നുണ്ട്.
എല്ലാം നോർമലി വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്വിച്ചിൻ്റെ മാത്രമായിരുന്നു കംപ്ലൈൻറ്റ്. നമ്മൾ സ്വിച്ച് റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.